ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്നും പറയാനില്ല. ഞാൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നെ നന്നാക്കുന്ന ഒരു ഉദ്യമത്തിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഞാനിപ്പോൾ ഉടനെ തന്നെ നന്നാവും. ഇന്നിപ്പോൾ ഇച്ചിരി നന്നാക്കൽ കുറവുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് നന്നാവാന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. കറുപ്പഴകി. ആ കറുപ്പിന് അഴകാണ്, അതല്ലേലും അഴകല്ലേ. കറുപ്പഴകി എന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിരിക്കുകയാണ് മാഡം. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിലൊരു കുഴപ്പമില്ല. കറുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് കേരള മഹാരാജ്യത്ത് അത് വലിയൊരു വിഷയമാണ്. കറുപ്പ് എന്നതിനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാണ്, കേസ് കൊടുക്കണം, ജാമ്യം പോലും കിട്ടത്തില്ല. അതുകൊണ്ടില്ല ചേച്ചി കിടന്ന് ഓടുന്നത് കണ്ടോ, ജാമ്യം കിട്ടാണ്ട് അമ്മാതിരി കേസ് കേട്ടാണ്. ഈ കുക്കു ദേവകി അഭിനയിച്ച ഒരു ഡോക്യുമെൻ്ററി പറ്റിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഭയങ്കര സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം ഇനി എഴുതിയെടുത്തതാണ് കേട്ടോ. കേരളത്തിൽ സ്ത്രീ വിവേചനത്തിനും ജാതി വിവേചനത്തിനും വർണ്ണ വിവേചനത്തിനും എതിരെ സധീരം പോരാടുന്ന ലേഡി നെൽസൺ മണ്ടേല കുക്കു ദേവകിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററി. എല്ലാം മനസ്സിലായി എനിക്ക്, പക്ഷെ ഇതൊന്നും മനസ്സിലായില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീ വിവേചനം, അതെന്താ സ്ത്രീകൾക്ക് വിവേചനം ഉണ്ടാ? അമ്മ, അനിയത്തി, ചേട്ടത്തി, അപ്പ, അങ്ങനെ ആ വിവേചനമായിരിക്കും കുക്കു ദേവകി ഉദ്ദേശിച്ചതല്ലേ. ജാതി വിവേചനം അതുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ജാതി വിവേചനമുണ്ട്, കുക്കു ദേവകിക്ക് തന്നെ ഉണ്ട്, വേറെ പുറത്തു നാളൊന്നുമില്ല, അവർക്ക് തന്നെ ഉണ്ട് ആ വിവേചനം. അത് ഞാൻ സമ്മതിച്ചു. വർണ്ണ വിവേചനം അത് ചിലപ്പോൾ അവർക്ക് തന്നെ ഉണ്ടാവും. ഇതിന് അനുബന്ധമായി നടന്ന ഒരു സംഗതി, കൃഷ്ണ വക്കീലിനെ അറിയാമോ? നമ്മുടെ ശങ്കി വക്കീല. പുള്ളിക്കാരനിക്ക് വിഷു വന്നപ്പോഴത്തേക്ക് ഈ പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പൂ അങ്ങനെ വെടിക്കെട്ടി ഇതൊക്കെ വെക്കുന്നതിന് പകരം ദിയാസനയുടെയും ബിന്ദു അമ്മണിയുടെയും മറ്റേ ലക്ഷ്മി കൊച്ചിൻ്റെയും, ഈ ലക്ഷ്മിയുടെ പേര് കറക്റ്റ് ഓർമ്മയില്ല, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ശ്രീലക്ഷ്മിയുടെയും ഇവരുടെയും കൂടെ ഫോട്ടോ കൊണ്ട് മൈത്രയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകളാണ്. അപ്പോൾ അതായത് വെടിക്കെട്ടാണെന്നാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. അതായത് നിങ്ങൾക്കറിയാമല്ലോ, വെടികൾ എന്ന് പെണ്ണുങ്ങളെ പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ പോസ്റ്റല്ല, ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടിരുന്നു. സാധാരണ ഇങ്ങനെ ഒരു വെടി എന്നൊക്കെ ഉള്ള ഒരു പ്രൊനൗൺസിയേഷൻ, ഐ മീൻ അങ്ങനെ ഒരു പറച്ചിൽ, ആ സാധനം ബ്രാഹ്മണ കുലജാതർ, ബ്രാഹ്മണൻസ്, നായന്മാർ സ്ത്രീകളെ പറഞ്ഞിട്ടുണ്ട്. ചീഞ്ഞ വെടി, മറ്റേ വെടി, മറിച്ച വെടി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ആണ് ഉദ്ദേശിച്ചത്. കൃഷ്ണൻ വക്കീൽ അതാണോ ഉദ്ദേശിച്ചത്? വക്കീൽ നായരാണല്ലോ. അപ്പം നായർ വീട്ടിലെ ആൾക്കാരെ ആയിരിക്കുമോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഒരു സ്ത്രീകളെ, പ്രത്യേകിച്ച് 4 സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അക്കൂടെ അങ്ങേർക്കിട്ട് പറയുന്നതിൻ്റെ പോരാതെ ഈ പെണ്ണുങ്ങളെടുത്ത് ഞാൻ ചോദിച്ചിരുന്നു, അല്ലയോ പെണ്ണുങ്ങളെ, ബിന്ദുമണി എന്ന് പറയുന്നത് ഹൈക്കോടതി വക്കീല, സുപ്രീം കോടതി വക്കീലും കണ്ടോ, LLB ആണ്. അതേപോലെ തന്നെ ദിയാസന എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ്. പിന്നെ ശ്രീലക്ഷ്മി, അവരും അങ്ങനെയാണ്, ദളിത് വംശജരാണ്. എനിക്ക് ഇവരുടെ ഒന്നും ജാതി മതം കറക്റ്റ് അറിയത്തില്ല. ഞാൻ ആരും ജാതി അറിഞ്ഞിട്ടുള്ള സംസാരമൊന്നും എനിക്കില്ല. പക്ഷെ ദിയാസന മുസ്ലിമാണെന്ന് എനിക്കറിയാം. പിന്നെ കുക്കു ദേവയുടെ ജാതി എനിക്കറിയത്തില്ല. അപ്പം ഞാൻ മറ്റോ രണ്ടുപേരും കൂടെ ഇത് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്, ദളിത് വംശജരൊക്കെ അല്ലേ ഇവർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ തൂങ്ങിയ വഴി ഉണ്ടാവുമോ? എന്തോ എമ്മാതിരി തോന്നിവാസമാണ് സ്ത്രീകൾക്കെതിരെ. പിന്നെ സ്ത്രീകൾക്കെതിരെ പറയുന്നവർക്ക് സ്പെഷ്യലായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു ടേം നമ്മുടെ നിയമത്തിലുണ്ട്. നിയമവ്യവസ്ഥകൾ ഇപ്പോൾ പുതുക്കിയതിനകത്ത് ഒരുപാട് ആഡ് ഓൺസും ഉണ്ടെന്ന് ഓർത്തുള്ള. ഇത് ഞാൻ പറഞ്ഞപ്പം പിറ്റേന്ന് തള്ളയെ വേറെ ആരും, കിഷൻ വക്കീലും വിളിച്ചില്ല, കിഷൻ വക്കീലിലെ ആളുകളും വിളിച്ചില്ല, നായന്മാരും വിളിച്ചില്ല, ഒരാളും വിളിച്ചില്ല. പക്ഷെ കുക്കു ദേവകി ചേച്ചി രാവിലെ ഒരു വിളി, ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയണേ, മര്യാദയ്ക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിക്കൊല്ലുമെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെന്നും പറഞ്ഞില്ല, നിങ്ങൾ കേസ് കൊടുക്കാത്ത എന്തെന്നല്ലേ ചോദിച്ചുള്ളൂ. നിങ്ങൾ വക്കീലാണ്, ബിന്ദു അമ്മണി വക്കീലാണ്, നിങ്ങളെങ്ങനെ വെടികൾ എന്നുള്ള രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ്. നിങ്ങൾക്കൊരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ ഈ പൊതുസമൂഹത്തിലുള്ള പെണ്ണുങ്ങൾക്ക് എന്ത് ഫെമിനിസമാണ് മാഡം നിങ്ങൾ ഈ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്ത്രീ സംരക്ഷണമാണ് മറ്റു പെണ്ണുങ്ങൾക്ക്? നിങ്ങൾക്ക് വന്ന ഒരു അന്യായം പോലും നിങ്ങളെ കൊണ്ട് എതിർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പോകണം എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ഉണ്ട് സാധനം ഓരൊറ്റ ചാട്ടമാണ്. ഞാൻ കാക്കളാ കീക്കിളി ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഈ പറയണമെന്ന് വല്ല ബോധമുണ്ടോ? പുള്ളിക്കാരത്തി പറഞ്ഞൊരു രത്ന ചുരുക്കം ഇതാണ്, ഞാനേ ദളിതൊന്നുമല്ല. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ഞാൻ അതിനകത്ത് പരാമർശിച്ചതിൽ
ദളിത് വംശജരായ 2 പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ 2 പേരെന്നുള്ളത് ഇവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നാണ് പുള്ളിക്കാരത്തി. ഞാൻ കറുത്തിട്ടാണെങ്കിലും ഞാൻ ദളിതല്ല. അപ്പോൾ ദളിത് ഒരു പ്രശ്നമാണ്, കറുപ്പിനേക്കാൾ പ്രശ്നമാണ് ദളിതല്ലേ, ജാതി വിവേചനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളിക്കാരത്തിയുടെ ഇന്നർ മൈൻഡിൽ ആ ജാതി വിവേചനമുണ്ട്. ഇനി ക്യാഷ് ഉള്ളവനാണ് ഡോക്യുമെൻ്ററി അല്ല, ഞാൻ വേണമെങ്കിൽ ഒരു സിനിമ പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് നായിക, ഞാൻ തന്നെ വില്ലൻ, മൊത്തത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം, ഓളിഞ്ഞാൾ ഞാനും പിടിക്കാൻ പോണ ഒരു ഡോക്യുമെൻ്ററി അല്ല. പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇത് നടക്കുന്നുണ്ട്. പിന്നെ നെൽസൺ മണ്ടേലയുടെ കേസ്. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും. ഈ ഒരു വിഷയത്തിൽ നെൽസൺ മണ്ടേലയൊക്കെ അനുഭവിച്ച ഇതറിയാലോ, അമേരിക്കയിലൊക്കെ നടക്കുന്ന വർണ്ണവിവേചനത്തിനെ പറ്റിയുള്ള അറിയാമല്ലോ. ഇവിടെയും വെളുത്ത ക്രീം, വെളുത്തിട്ട് പാർന്ന ക്രീം, കറുത്തിട്ട് പാർന്ന ക്രീം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നതിൻ്റെ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ വേരിയേഷൻ. ആളുകൾക്ക് കളറിനോടുള്ള ആ ഒരു വിവേചനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ നെൽസൺ മണ്ടേല, അതായത് ലേഡി നെൽസൺ മണ്ടേലയ്ക്ക് അറിയാൻ വേണ്ടി കുറച്ച് പേരുടെ കാര്യം പറയാം. ഈ സഹോദരൻ അയ്യപ്പനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പല പ്രാവശ്യം ചരിത്രം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോത്തേരി കുഞ്ഞമ്പൂ എന്ന് പറയും. പോത്തേരി കുഞ്ഞമ്പൂ നിങ്ങൾക്ക് അറിയാമോ? ഇല്ലെങ്കിൽ അങ്ങേരെ പറ്റി പറഞ്ഞുതരാം. അങ്ങേരല്ല അദ്ദേഹം ഈ ദളിത് വംശജരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ഉണ്ടാക്കി, അവരുടെ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു സ്കൂളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് കുഞ്ഞമ്പൂ സത്യത്തിൽ തീയ എന്ന് പറയുമ്പം ഈ OBC ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അദ്ദേഹത്തിനെ ആ നാട്ടിലുള്ളവരൊക്കെ അറിയപ്പെടുന്നത് എന്തായിട്ടാണെന്ന് അറിയാമോ? പെലീനായിട്ട് അറിയപ്പെടുന്നത്. അത് അദ്ദേഹം മാറ്റിയൊന്നും പറയാൻ പോയില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ മനുഷ്യനല്ലേ. ഇതിനകത്ത് എൻ്റെ അടുത്ത് വന്ന് പലരും ചോദിക്കും, മുസ്ലിമാണോ, പിന്നെന്താ ദേവി, പിന്നെന്താ ബീവി, പിന്നെന്താ പൊട്ട്, ഇങ്ങനെ കുറേ വരുന്നവർക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ. സഹോദരൻ അയ്യപ്പൻ്റെ കാര്യം അറിയില്ല, ഒരു അന്നമൂട്ടുണ്ടായിരുന്നു. ആ അന്ന ഊട്ടുന്ന സമയത്ത് അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റെവല്യൂഷനായിട്ട് ഇങ്ങനെ ഒരു വർഗീയ വ്യത്യാസം കൊണ്ടുവരിക, അതായത് മതവെറി, ജാതിവെറി വ്യത്യാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫർട്ട് എടുത്ത മനുഷ്യരാണ് അവരൊക്കെ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്, നിയമമല്ല, പുള്ളി കൊണ്ടുവന്നൊരു അന്നമൂട്ടൽ, അന്നദാനം. ഈ അന്നദാനം പിടിക്കണോ? അന്നദാനത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നദാനത്തിൽ അദ്ദേഹം പുലയ സമുദായത്തിലുള്ള കുറേ പേരെ കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കിച്ചു. എന്നിട്ട് ആ ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കഴിച്ച ഈഴവ സമുദായത്തിലുള്ളവർക്ക് എന്നെ അങ്ങോട്ട് കുരുവിട്ടി. ഞങ്ങളെ കൊണ്ട് പെലയന്മാരെ കൊണ്ട് ചാപ്പാട് തിന്നാടാ, പെലയന്മാർക്ക് കുഴി കുത്തി അതിനകത്ത് ആരം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഒരു റവല്യൂഷൻ ഉണ്ടാക്കിയെന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ സഹോദരൻ അയ്യപ്പനും കിട്ടി ഈ പേര്, പുള്ളി കിട്ടും കൊടുത്തു ഈ പേര് പിലയൻ അയ്യപ്പൻ. അദ്ദേഹം പറഞ്ഞു നല്ല കാര്യം, പിലയനെങ്കിൽ പിലയൻ, ഇനിയിപ്പോൾ എന്താ. അത് എല്ലാവരും നായർ, ശ്രീലക്ഷ്മി നായർ, അല്ലെങ്കിൽ സ്വാതി നായർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നായർ, മേനന്, പിന്നെന്താ, അങ്ങനെ കുറേ പേരുകൾ ഇടുന്നിടത്ത് എന്താണ് ഈ പിലയൻ എന്നാരും ഇടാത്തത്? ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി പുലയൻ ഇടൂ, ലക്ഷ്മി പുലയിച്ചി ഇടൂ? ഇല്ല. എന്ന് നിങ്ങൾ അങ്ങനെ ഇടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ നിങ്ങൾ തയ്യാറാകുന്നു, അന്ന് ജാതി വ്യത്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് മാറും എന്നുള്ളതാണ് വസ്തുത. ചില കപട മുഖങ്ങളുടെ പേക്കൂത്തുകൾ കാണുമ്പോൾ വലിച്ചു കയറണമെന്ന് തോന്നുന്നുകൊണ്ട് പറയുന്നതാണ്. എന്തായാലും കൃഷ്ണൻ വക്കീലിനെതിരെ കേസ് കൊടുത്തില്ലെങ്കിലും കുക്കുമ്മച്ചി എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോൾ എപ്പോഴും പ്രതിയായിട്ട് ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡെയിലി ഒരു കേസ് അത് നിർബന്ധം. അതുകൊണ്ട് കുക്കുമ്മച്ചി കൊണ്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ആ സുനായും കൊണ്ട് ഞാനും ഇറങ്ങുവേ. നിങ്ങൾ ഈ നാണമില്ല നിങ്ങൾക്ക് ഈ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കാനെ കൊണ്ട്. എൻ്റെ ഒരു മാനസിക വലിപ്പം ഇതാണ്. ചുമ്മാ കള്ളത്തരം പറയുന്ന കള്ളികളെയൊക്കെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനകത്ത് വരുന്ന സിൻഡാസ് ഞാനങ്ങ് ഏറ്റെടുത്തു. ഏതായാലും മോശമാണ് കേട്ടോ, മോശം. കളറ് കൊണ്ട് പ്രിവിലേജ് നേടാനും കളറ് കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നതും ഒരുപോലെ ഈക്വലി ക്രൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കളർ ജസ്റ്റ് സ്കിൻ കളറാണ്. ആക്ച്വലി ബ്ലെസ്ഡ് പീപ്പിളാണ് ബ്ലാക്ക് കളർഡ് പീപ്പിൾ. അവരുടെ സ്കിന്നിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയണത്. അതൊരു കുറ്റമായിട്ട് പറയുന്നത് ക്രൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തെറ്റാണത്. അങ്ങനെ ഉള്ളവർ അതിനകത്ത് വിഷമിക്കുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഈ വെള്ളപ്പാറ്റയെ പോലെ ഇരിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നല്ലൊരു വെയിലും ഉണ്ട്, കറുത്ത് കരിവാളിച്ചു പോകും. അത് മാത്രമല്ല അസുഖം പെട്ടെന്ന് ഞങ്ങൾക്ക് വരും. അതേസമയം ആ സ്കിൻ ടോണിലുള്ളവർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട് അതിനകത്ത്. അത് വേറൊരു വശം, ആരോഗ്യവശമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഒരു വശത്തിൽ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഇത് രാത്രി മെനക്കിട്ടിരുന്ന് കുത്തി എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ ഒരു അസ്കിത, ഒരു ശരിയില്ലായ്മ തോന്നിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ലേഡി മണ്ടേല
ശരി മണ്ടയിലൊന്നും കേൾക്കണ്ട. എന്തായാലും അങ്ങേര് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് കൊള്ളാം. അങ്ങേരെ അറിഞ്ഞെങ്കിൽ അങ്ങേര് ഒന്നും കൂടെ തൂങ്ങിച്ചത്തേനെ. എന്തെങ്കിലും ആവട്ടെ. ശരി എന്നാ.